കാണുമ്പോൾ മമ്മൂട്ടിനെ പോലെ ഉണ്ടോ? തോന്നിയിരുന്നു. അടിപൊളി. എല്ലാവരും കാണും. നമ്മളെല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും. എല്ലാവരും വന്ന് അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വരുമാനം അടിപൊളി. എല്ലാവരും കാണും. നമ്മളെല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരും വന്ന് കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സിനിമയില്? അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നില്ലേ? നിങ്ങളെല്ലാവരും വന്ന് കാണൂ. 4 പുതുമുഖം നടന്നല്ലേ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും. സ്ക്രീനിൽ കാണുമ്പോൾ മമ്മൂട്ടിനെ പോലെ ഉണ്ടോ? തോന്നിയിരുന്നു. ഒരു ഉപസാദൃശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്? സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി സ്പീഡിൽ നന്നായിട്ട് പോയിരുന്നു. നന്നായിട്ട് പോയി. അപ്പൊ ഈ സിനിമ ടോട്ടൽ ഒരു വേർഡിക്റ്റ് സൂപ്പർ ഹിറ്റ് ആവുമെന്ന് അത് തോന്നുന്നു. നന്നായിട്ട് വരുന്നതാണ് പ്രതീക്ഷ. കോട്ടയം രഞ്ജനൊക്കെ സംവിധായകനാണ് ഈ സിനിമ ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2024 വരുമ്പോൾ ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജോണർ നോക്കുമ്പോൾ ജോണറിലേക്ക് ചെയ്യാൻ പരമാവധി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആരുടെയാണ്? അങ്ങനെ നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. എല്ലാവർക്കും ചെറിയതായിട്ട് എല്ലാവർക്കും ഉൾക്കൊണ്ടിട്ടുള്ള മൂവിയല്ലേ. ഇതിലങ്ങനെ പറയാൻ പറ്റില്ല. ഒരാൾക്ക് മാത്രം പെർഫോമൻസ് ചെയ്യാൻ എല്ലാവർക്കും ഇതിലുള്ള മൂവി എന്ന് പറയുമ്പോൾ പക്ഷേണെങ്കിലും നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ നല്ലതായിട്ടുണ്ട്. സെൻട്രൽ ചെറിയൊരു ലാഗ് പറയാൻ പറ്റിയ കുഴപ്പമില്ല. ഫൈനലി ആഫ്റ്റർ ഇൻട്രോൽ നല്ലൊരു എല്ലാവരും കാണേണ്ട പടമാണ്. സുരേഷ് സാറിൻ്റെ കോട്ടയം കുഞ്ഞിന് ശേഷമുള്ള നല്ലൊരു പടമാണ് കേട്ടോ. എല്ലാവരും കാണാൻ. ഓക്കെ.